നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദില്ലി തെരഞ്ഞെടുപ്പിൻ്റെ അരങ്ങ് ഉണരുകയാണ്. ഫെബ്രുവരി മാസം 25 കൂടിയാണ് ദില്ലി നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി. ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയതോടുകൂടി ഏറ്റവും വലിയ ഞെട്ടലിലായിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അതായത് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ നിരവധി അഴിമതി കേസുകളിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. കോടികളുടെ ഇടപാടുകൾ നടന്ന ദില്ലി മദ്യനയ അഴിമതി കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് കെജ്രിവാളിനെതിരെയാണ്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നയാളാണ്. ഇപ്പോൾ അദ്ദേഹം ആ കേസിൽ ജാമ്യമെടുത്ത് പുറത്തു നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ എന്ന ഒരൊറ്റ ലേബലിലാണ് ദില്ലിയിൽ അവർ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി വിജയിക്കുന്നത്. പക്ഷേ ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ കാര്യം പരിങ്ങലിലാണ് എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ പോലും വിജയിക്കുമോ എന്ന സംശയത്തിലാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP നിർത്തിയിരിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പർവേഷ് സിംഗ് വർമ്മയാണ്. പർവേഷ് സിംഗ് വർമ്മ 2 തവണ ദില്ലിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലോക്സഭാ അംഗമാണ്. 2014-ലും 2019-ലെയും തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ സാഹിബ് സിംഗ് വർമ്മ, അദ്ദേഹം ദില്ലിയുടെ മുഖ്യമന്ത്രിയായിരുന്നയാളാണ്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ളയാളാണ് പർവേഷ് സിംഗ് വർമ്മ. പർവേഷ് സിംഗ് വർമ്മയാണ് വലിയ ജനകീയനായ ഒരു MP ആയിരുന്നു അദ്ദേഹം. ആ പർവേഷ് സിംഗ് വർമ്മയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ നേരിടുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്ഥിതി അല്പം പരിങ്ങലിലാണ്. കാരണം താൻ ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യമെടുത്ത് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെച്ചതിന് പിന്നിൽ ഇനി താൻ എവിടെയെങ്കിലും നിന്ന് മത്സരിച്ച് വിജയിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ തൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആം ആദ്മി പാർട്ടിയുടെ കാര്യം മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യം പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയം പോലും ആം ആദ്മി പാർട്ടിക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിഷി മർലേനയ്ക്കെതിരെയും ശക്തനായ സ്ഥാനാർത്ഥിയാണ് BJP ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടും ദില്ലിയിൽ എന്ന ഉറച്ച പോരാട്ടത്തിലാണ്. BJP നേതാക്കൾ അവകാശപ്പെടുന്നതും അതുതന്നെയാണ്. ശക്തരായ സ്ഥാനാർത്ഥികളെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളികളുടെ മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് BJP അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ ഒരു ചെക്ക് വച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചൈനയിൽ പടർന്നു പിടിക്കുന്ന വൈറസിനെക്കുറിച്ച് അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ച് ആശങ്ക പടരുകയാണ്. കോവിഡിന് സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട ആ കാലത്തെ സമാനമായ രീതിയിൽ ചൈനീസ് ആശുപത്രികൾ നിറയുകയാണ് എന്നും ആശുപത്രികളിൽ സ്ഥലമില്ലാതെ മറ്റിടങ്ങളിലേക്ക് രോഗികൾ മാറ്റപ്പെടുന്നുവെന്നും മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് എന്നുമുള്ള വിവരങ്ങൾ, ചില സൂചനകൾ ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ചില സൂചനകൾ അനുസരിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് ഇത്. അതായത് ചൈന ഒരു കാരണവശാലും ഇത്തരം വിവരങ്ങൾ പുറം ലോകത്തെ അറിയിക്കാറില്ല. ഏതെങ്കിലും തരത്തിലുള്ള മാരക രോഗങ്ങളോ അല്ലെങ്കിൽ പകർച്ചവ്യാധികളോ ഉണ്ടായാൽ അത് മറ്റു രാജ്യങ്ങളെ കൂടി അറിയിച്ച് കൃത്യമായ ഒരു പരിഹാരം കാണുന്നതിനു പകരം ചൈന ഈ വിവരങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കോവിഡ് മഹാമാരി ലോകമെമ്പാടും പടരുന്നതിന് ഇടയാക്കിയത് എന്നൊരു ആക്ഷേപമുണ്ട്. ഈ ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ ഇതാ മറ്റൊരു രോഗം ചൈനയിൽ പൊട്ടിപ്പുറപ്പെടുന്നു എന്ന വാർത്ത ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ലോകം മുഴുവൻ ആശങ്കയിലാണ്. ഇന്ത്യ ഏതായാലും ആശങ്ക വേണ്ട എന്നറിയിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ ഇന്ത്യയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. WHO ആണെങ്കിൽ ചൈനയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കാരണം അവരും ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും ഒടുവിലായി ചൈന ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇത് അത്തരത്തിലൊരു പകർച്ചവ്യാധി ഭീഷണിയൊന്നുമല്ല. കാരണം ചൈനയിൽ ഇപ്പോൾ കൊടും ശൈത്യമാണ്. ഈ ശൈത്യകാലത്ത് ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും മറ്റ് അസുഖങ്ങളുമൊക്കെ വരിക പതിവാണ്. ഇതുമായി ബന്ധപ്പെട്ട വർധനവ് മാത്രമാണ് രോഗികളിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് താരതമ്യേന ഈ HMPV വൈറസാണ്. ആ വൈറസ് മറ്റ് രാജ്യങ്ങളിലുമൊക്കെ 2021-ലും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. പക്ഷേ ഇത് ആരോഗ്യമുള്ള ഒരാളിൽ വലിയ
തനിയെ ശമിച്ചു പോകുന്ന ഒരു രോഗമാണ്. പക്ഷേ അനാരോഗ്യം മരണത്തിന് കാരണമായേക്കാം എന്നൊരു സാഹചര്യം ഇവിടെയുണ്ട്. കോവിഡിനെ പോലെ തന്നെ ഈ രോഗത്തിന് മരുന്നോ അല്ലെങ്കിൽ പ്രതിരോധ വാക്സിനോ ഇല്ല എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. പക്ഷേ എന്തായാലും ചൈന ഇതുവരെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ശൈത്യകാലത്തിലുണ്ടായ ഒരു സ്വാഭാവികമായ രോഗികളുടെ വർധനവ് മാത്രമാണിത് എന്നാണ് ചൈന ഇപ്പോൾ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ വലിയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി, അതായത് ഇന്ന് നടത്തിയ 2 പരീക്ഷണങ്ങൾ ഇന്ത്യയെ മറ്റ് ചില വൻകിട രാജ്യങ്ങൾക്കൊപ്പം നിർത്തുന്നതാണ്. അതായത് ഇന്ത്യക്ക് ബഹിരാകാശത്ത് ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതിയുണ്ട്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് തന്നെ ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാനുമുള്ള പദ്ധതിയുണ്ട്. ഈ പദ്ധതികൾക്ക് മുന്നോടിയായിട്ടുള്ള പരീക്ഷണങ്ങളാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ബഹിരാകാശത്ത് ഇന്ത്യ യന്ത്രക്കൈ പ്രവർത്തിപ്പിച്ച് വിജയിപ്പിച്ചിരിക്കുകയാണ്. ബഹിരാകാശ മാലിന്യങ്ങൾ തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരീക്ഷണങ്ങളാണ് ഇത് എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ബഹിരാകാശത്ത് പയർ വിത്ത് മുളപ്പിക്കുന്നതിലും ഇന്ത്യ ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. PSLV C-60 എന്ന റോക്കറ്റ് വിക്ഷേപണം കഴിഞ്ഞ 4 ദിവസം മുമ്പ് നടന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ആ റോക്കറ്റിൽ വിക്ഷേപിച്ച ഒരു പ്രത്യേക ഉപഗ്രഹത്തിലാണ് ഭൂമിയിലെ അതേ സാഹചര്യങ്ങൾ ഒരുക്കി പയർ വിത്തുകൾ പാകിയിരുന്നത്. 4 ദിവസത്തിനുള്ളിൽ തന്നെ അത് ബഹിരാകാശത്ത് വെച്ച് മുളച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. ഭാവിയിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുക എന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഭൂഗുരുത്വത്തെയും അതുപോലെ തന്നെ സൂര്യപ്രകാശത്തെയും ഒക്കെ ആശ്രയിച്ച് സസ്യങ്ങൾ എങ്ങനെയാണ് അവരുടെ സ്വന്തം വളർച്ചയെ ക്രമീകരിക്കുന്നത് എന്നറിയുക കൂടിയാണ് ഈ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും ഈ 2 പരീക്ഷണങ്ങളും ബഹിരാകാശ മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്. ഗഗൻയാൻ പദ്ധതി വരാനിരിക്കുന്നു. ആ പദ്ധതിയിലൂടെ ഇന്ത്യ ബഹിരാകാശത്ത് എത്തിക്കുന്നു. മാത്രമല്ല ഈ സ്പേസ് ഡോക്കിങ്ങിലൂടെ ഒരു ബഹിരാകാശ നിലയം ഇന്ത്യക്ക് അവിടെ സ്ഥാപിക്കണം എന്ന ഒരു പദ്ധതിയുണ്ട്. അതിലേക്കും ഇന്ത്യ കൂടുതൽ അടുക്കുകയാണ് ഈ പരീക്ഷണങ്ങൾ വിജയിച്ചതോടെ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.